സുരേഷ് ഗോപി അങ്ങ് തീർത്ത് കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. തെരുവിൽ നേരിടാനാണ് CPM-ന്റെ തീരുമാനമെങ്കിൽ തെരുവിൽ ആ ഗുണ്ടാ സംഘങ്ങളെ, CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളെ തെരുവിൽ ഞങ്ങളും നേരിടും. പോലീസിന്റെ പിൻബലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലീസുകാരനെയും CPM ഗുണ്ടകളായി കാണേണ്ടി വരും, നിലക്ക് നിർത്തേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയ, MV ഗോവിന്ദ, സുനിൽകുമാരെ, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് വാർഡുകളിൽ 000 വീട്ടു നമ്പർ ഇട്ട് ആയിരക്കണക്കിന് വോട്ട് ചേർത്തല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ BLA-മാർ, ഞങ്ങളുടെ പ്രവർത്തകർ കോർപ്പറേഷനിൽ പോയി ഇത് വ്യാജ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. കള്ളവോട്ടുകൾ കൃത്യമായി ഞങ്ങളുടെ BLA-മാർ അവരത് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ഉറങ്ങിപ്പോയോ? എവിടെ നിങ്ങൾക്ക് BLA-മാരില്ലേ? നിങ്ങൾക്ക് ബ്രാഞ്ചില്ലേ? നിങ്ങൾക്ക് ബൂത്തില്ലേ? എന്നിട്ട് അവസാനം മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചപ്പോ ആരിട കെട്ടിയിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ആക്രമിച്ചത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസാ. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, തൃശ്ശൂരിലെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സഖാക്കളെ ഇനി മുതൽ ഒരുപക്ഷെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ ഇനി ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾ നടത്തേണ്ടി വരും. ഒരു വിമാനത്തിലും നിങ്ങൾക്ക് ഇനി AKG ഭവനിൽ അങ്ങ് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകാൻ സാധിക്കില്ല. ഞങ്ങളുടെ നേതൃത്വം, സുരേഷ് ഗോപിയുടെ നേതൃത്വം, കേരളത്തിലെ BJP-യുടെ നേതൃത്വം, ആ നേതൃത്വം ഒന്ന് ആഹ്വാനം ചെയ്താൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് തകർത്തവരെ, അത് തകർക്കാൻ ആഹ്വാനം ചെയ്തവരെ ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവും, അത് MP ആകട്ടെ, MLA ആകട്ടെ, ഗോവിന്ദനാകട്ടെ, ഡൽഹി കാണില്ല. ആകാശത്തു നിന്ന് വട്ടം തിരിഞ്ഞ് തിരികെ കേരളത്തിലേക്ക് പോകേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. കണ്ണൂരിലും കാസർഗോഡും നാദാപുരത്തും ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരന്മാരെ നിങ്ങൾ ഇഞ്ചിഞ്ചായി വെട്ടി അരിയുമ്പോഴും ഈ ആഹ്വാനം ചെയ്ത പാർട്ടിയല്ല. പകരം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു, ആക്രമണമാണ് നിങ്ങളുടെ നയമെങ്കിൽ, CPIM-ന് സമാധാനം വേണ്ടെങ്കിൽ, പിണറായി വിജയന് സമാധാനം വേണ്ടെങ്കിൽ, കേരളം ഭരിക്കുന്നവർക്ക് സമാധാനം വേണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സമാധാനവും കേരളത്തിലെ BJP-ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സമാധാനത്തിന്റെ പാതയാണെങ്കിൽ സമാധാനത്തിന്റെ പാത, സംയമനത്തിന്റെ പാതയാണെങ്കിൽ സംയമനത്തിന്റെ പാത, ജനാധിപത്യ രീതിയിലാണെങ്കിൽ അങ്ങനെ. ഇതൊന്നുമെല്ലാം BJP അങ്ങ് ആക്കിക്കളയാം, സുരേഷ് ഗോപി അങ്ങ് തീർത്ത് കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. തെരുവിൽ നേരിടാനാണ് CPM-ന്റെ തീരുമാനമെങ്കിൽ തെരുവിൽ ആ ഗുണ്ടാ സംഘങ്ങളെ, CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളെ തെരുവിൽ ഞങ്ങളും നേരിടും. പോലീസിന്റെ പിൻബലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലീസുകാരനെയും CPM ഗുണ്ടകളായി കാണേണ്ടി വരും, നിലക്ക് നിർത്തേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായി ഈ ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും വ്യാപകമായ പ്രതിഷേധമാണ്. തെരുവിലിറങ്ങാൻ നിങ്ങൾക്ക് മാത്രമല്ല, ജനാധിപത്യം സംരക്ഷിക്കാൻ ആ പോരാട്ടത്തിന് കരുത്തുള്ള പാർട്ടിയാണ് BJP. ഞങ്ങൾ തെരുവിലിറങ്ങും, പ്രതിഷേധിക്കും. ഗവൺമെന്റിന് വേണ്ടാത്ത ഒന്നും, CPM-ന്റെ നേതാക്കൾക്ക് വേണ്ടാത്ത ഒന്നും BJP-ക്ക് ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.